ഇന്ന് നമുക്ക് ഈദിനും പാർട്ടികളിലും സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കാണിക്കുന്നത്. ഇത് സൗദിയിൽ ഫേമസ് ആയിട്ടുള്ള ഒരു അറബിക് റൈസാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റൈസാണ് കേട്ടോ. ഒരു പ്രാവശ്യങ്ങൾ നിങ്ങളിത് ട്രൈ ചെയ്യണം, അത്ര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ചിക്കൻ വെച്ചാണ് കേട്ടോ നമ്മൾ ഈ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ 1 കിലോ ചിക്കനായിട്ട് എടുത്തിട്ടുള്ളത്. ചിക്കന് തൊലി കളഞ്ഞിട്ട് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി തൊലിയോട് കൂടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഈ ചിക്കന് നമുക്കൊന്ന് മസാല കൂട്ടിയെടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ചിക്കനിൽ നമുക്കൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം കേട്ടോ. ചിക്കനിലൊക്കെ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വരയിട്ട് കൊടുക്കുന്നതിന് പകരം ജസ്റ്റ് ഒന്ന് ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ അറബിക് മസാല നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ മന്തി മസാല, കപ്സ മസാല ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു ചിക്കനിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു അരമുറി ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഈ മസാലപ്പൊടികളെല്ലാതും കൂടെ നന്നായിട്ട് ചിക്കനിൽ നന്നായിട്ടൊന്ന് മസാല തേച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ചിക്കൻ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറഞ്ഞത് നമ്മളൊരു അരമണിക്കൂറെങ്കിലും വെക്കാം. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾ 1 മണിക്കൂറൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചിക്കൻ ഒരു അരമണിക്കൂർ മസാല കൂട്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ട റൈസും കൂടെ ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 4 കപ്പ് സെല്ല റൈസ് ആയിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ കപ്സൊക്കെ മന്തിക്കൊക്കെ എടുക്കുന്ന റൈസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ റൈസ് നന്നായിട്ട് കഴുകിയിട്ട് നമ്മളൊരു അരമണിക്കൂർ വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്ത് വെക്കാം. ചിക്കന് ഞാൻ ഒരു അരമണിക്കൂറായിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാനിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു ചിക്കൻ ഒന്ന് ഷാലോ ഫ്രൈ ആയിട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം നമുക്കിതിലേക്ക് ചിക്കന് വെച്ച് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ചിക്കന് 2 ഭാഗം തിരിച്ചും മറിച്ചിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. ഒരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു മസാലയിലേക്ക് വേണ്ട ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഈ ഒരു ചിക്കൻ്റെ ഒരു മസാല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 4 സവാളയായിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സവാളയായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊരു പാന് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. എന്നിട്ട് സവാള നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഏകദേശം ആ ഒരു സമയം കൊണ്ട് തന്നെ ചിക്കന് 2 ഭാഗം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കന് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് കോരി മാറ്റാം. ഇനി ഒരു എണ്ണയിലേക്ക് തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാനുണ്ട്. ഈ ഒരു മസാലയിൽ ഉരുളക്കിഴങ്ങും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഒരു 5 ഉരുളക്കിഴങ്ങാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ട് നമുക്കിതൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ആ ഓയിൽ തന്നെ ഇട്ട് നമ്മൾ ഉരുളക്കിഴങ്ങ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ള സവാളി നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് എടുത്തിട്ട് കോരി മാറ്റാം. ഇനി നമുക്ക് ഈ ഓയിലിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. പട്ട, ഏലക്കായ, ഗ്രാമ്പു ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പട്ട ഒന്ന് കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ. അറബിക് റൈസിൽ എപ്പോഴും പട്ടൻ്റെ ഫ്ലേവറാണ് കൂടുതലായിട്ട് വേണ്ടത്. അപ്പോൾ സ്പൈസസ് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ സവാള ചെറുതാക്കി അരിഞ്ഞതായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. സവാള നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ച പേസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാളയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം എന്നുള്ള അളവിലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് 4 കപ്പ് അരിക്ക് 7 കപ്പ് വെള്ളമാട്ടോ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി വെള്ളത്തിലേക്ക് നമുക്ക് 1 മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ അത് നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ഉണക്കനാരങ്ങ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം കളഞ്ഞെടുത്തിട്ടുള്ള അരി ഉണ്ടല്ലോ, അരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ്. ചെറിയ ജീരകം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മളിതിലേക്ക് നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുന്നത്. നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു റൈസ് നന്നായിട്ട് തിളച്ച ശേഷം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒന്ന് അരിയൊന്നും ഒട്ടിപ്പിടിക്കില്ല, നല്ല വേർട്ട് നിൽക്കുന്ന അരി തന്നെ കിട്ടും കേട്ടോ. പിന്നെ അതിൽ ഉപ്പിൻ്റെ അളവൊന്ന് നോക്കുക. എന്നിട്ട് എല്ലാം കൂടെ പാകത്തിന് മിക്സാക്കി കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ചിക്കനിലേക്ക് വേണ്ട മസാലയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് എണ്ണയിൽ നിന്ന് എടുത്ത് കോരി മാറ്റാം. ഈ ഒരു ഓയിലിൽ തന്നെ ഞാൻ 2 ടേബിൾ സ്പൂണോളം ഓയിലൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള ഒരു ഓയിലിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ഇഞ്ചിൻ്റെ വെളുത്തുള്ളിന് പച്ചമണം മാറുന്നവരെ 1 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിന് ശേഷം നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ അറബിക് മസാല ചേർത്ത് കൊടുക്കുകയാണ്.
അറബിക് മസാല ഇല്ലെങ്കിൽ മന്തി മസാല ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ, അല്ലെങ്കിൽ കപ്സ മസാല ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു മസാലപ്പൊടികൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എണ്ണ കുറച്ച് കുറവാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഓയിൽ ഉണ്ടല്ലോ, അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കട്ടെ. ഒരു മസാലപ്പൊടികളുടെ പച്ചമണം മാറുന്നവരെ 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ടൊമാറ്റോ പേസ്റ്റ് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ഒരു തക്കാളി മിക്സിയിൽ നന്നായിട്ട് അടിച്ചിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഈ ടൊമാറ്റോ പേസ്റ്റിൻ്റെ പച്ച ടേസ്റ്റ് മാറണം കേട്ടോ. അപ്പോൾ 1 മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്കിതിലേക്ക് ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഈ മസാല നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഒരു 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ മൊത്തത്തിൽ 1.5 കപ്പ് വെള്ളം കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ മസാലയും ചിക്കനും പൊട്ടാറ്റോയും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ചിക്കനും പൊട്ടാറ്റോ ഈ ഒരു മസാലയിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ഈ ഒരു ചിക്കനിലും പൊട്ടാറ്റോയിലൊക്കെ പിടിക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു മസാല കഴിക്കാൻ തന്നെ അടിപൊളിയാണ് ഇങ്ങനെ ചിക്കൻ കഴിക്കാൻ. നമുക്കിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു മസാലയിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് റൈസ് റെഡി ആയിട്ടുണ്ടോ നോക്കാം. ഒരു 10 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൈസ് ഇത് പാകത്തിന് കുക്കായിട്ടുണ്ട്. ചിക്കൻ ഞാനിത് ഒരു 5 മിനിറ്റാണ് കേട്ടോ ഞാനിത് അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കനിലൊക്കെ നന്നായിട്ട് ആ മസാല പിടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിട്ട് ഈ ഒരു മസാല കഴിക്കാൻ, ഉരുളക്കിഴങ്ങൊക്കെ അടിപൊളി ടേസ്റ്റായിട്ട് ഈ ഒരു മസാലയിൽ കിടന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് ദം ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള റൈസിൻ്റെ മുകളിലായിട്ട് ആദ്യം നമുക്ക് ആ ഒരു മസാല വെച്ച് കൊടുക്കുക. ഉരുളക്കിഴങ്ങും കൂടെ ഉള്ള ഒരു മസാല ഉണ്ടല്ലോ, അത് വെച്ച് കൊടുത്ത ശേഷം അതിന് മുകളിലായിട്ട് നമ്മൾ ചിക്കൻ വെച്ച് കൊടുക്കുക. ചിക്കനും മസാലയൊക്കെ മൊത്തത്തിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒരു ചാർക്കോളിൻ്റെ പീസ് നന്നായിട്ട് ചൂടാക്കിയ ശേഷം വെച്ച് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് സ്മോക്കി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പുക വന്ന ശേഷം നമുക്കിത് അടച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റാണ് നമുക്കിത് ദം ചെയ്തെടുക്കേണ്ടത്. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ടൊരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല സ്മോക്കി ഫ്ലേവറും ഉണ്ടാവും. ആ ഒരു റൈസിൽ ഈ ഒരു മസാലൻ്റെ ഫ്ലേവറൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് ആ ഒരു ചിക്കനും മസാലയും കൂടെ ഒന്ന് മാറ്റി വെക്കുക. എന്നിട്ട് റൈസ് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് ആദ്യം റൈസ് വെച്ച് കൊടുക്കുക. അതിന് മുകളിലായിട്ട് ഈ ഒരു മസാലയും വെച്ച് കൊടുത്തിട്ടാട്ടോ നമ്മളിത് സെർവ് ചെയ്യുക. അടിപൊളി ടേസ്റ്റായിട്ട് ഈ റൈസ് ഒരു പ്രാവശ്യങ്ങളിൽ ഇത് നിങ്ങൾ ട്രൈ ചെയ്യണം. അറബിക് റൈസുകളിൽ കുറച്ച് മസാലയും കുറച്ച് എരിവൊക്കെ വരുന്നൊരു അറബിക് റൈസാണ് കേട്ടത്. ഇത് സൗദി സ്റ്റൈൽ സുർബിയാനാണ്. ഇതിവിടെ ഷവായ ഹൗസ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലത്തെ ഒരു ഫേമസ് റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഇത് കഴിച്ചവരുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. ഇത് ഇതുവരെ വീട്ടിൽ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്കിത് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്